നമ്മുടെ നബിയുടെ ബുദ്ധി ബ്രെയിന് അപാരം തന്നെ കേട്ടോ. നബിയുടെ അടുത്ത് നിന്നിട്ടേ ഒരാൾ പറഞ്ഞു, നബി ഞാൻ കുറേ നോണ കുറേ കള്ളു കുടിച്ചു, കുറേ വ്യഭിചരിക്കും, കുറേ മോശപ്പെട്ട സ്വഭാവങ്ങൾ ചെയ്യുന്ന ആളാണ് ഞാൻ, എനിക്കിതൊക്കെ ഒഴിവാക്കണം, പക്ഷെ ഓരോന്നോരോന്നായിട്ടൊക്കെ ഒഴിവാക്കാൻ കഴിയുള്ളൂ പറഞ്ഞു. നബി ആയിട്ട് പറഞ്ഞു, നെയ്യ് പോയിട്ട് എൻ്റെ കളവ് പറയാനുള്ള സ്വഭാവം ഒഴിവാക്കുക. ഇയാളെന്താ വിട്ടു, കളവിനേക്കാളും വലിയ കുറ്റങ്ങളായ കള്ളും വ്യഭിചാരം ചെയ്യുന്ന എന്നോട് എന്തിനാ നബി ഞങ്ങൾ ആദ്യം കളവ് ഒഴിവാക്കാൻ പറഞ്ഞു വിചാരിച്ചിട്ട്. ഏതായാലും അയാൾ പോയി അയാൾ പിറ്റേ ദിവസം കള്ള് ഷാപ്പിലെത്തി കള്ളു കുടിക്കാൻ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അതിങ്ങനെ ആലോചിച്ചു, അള്ളാ നബിനോട് പറഞ്ഞപ്പോഴല്ലോ കളവ് പറയരുത്, ഞാനിപ്പോൾ ഇവിടുന്ന് കള്ളു കുടിച്ചിട്ട് നാളെ നബിയുടെ സദസ്സിൽ പോകുമ്പോൾ നബിനോട് കള്ളു കുടിച്ചു എന്ന് വെച്ചാൽ ഞാൻ സത്യം പറയണ്ടേ, കാരണം എന്നോട് ഒഴിവാക്കാൻ പറഞ്ഞോളല്ലോ. അപ്പോഴാണ് ഒരു സുന്ദരിയായ ഒരു സ്ത്രീ അതിനെ പോയത്, മൂപ്പർക്കൊന്ന് വ്യഭിചരിക്കാൻ തോന്നി. അപ്പോൾ മൂപ്പർ ചിന്തിച്ചു, നാളെ നബി തങ്ങളോട് വ്യഭിചരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സത്യം പറയേണ്ടി വരും, കളവ് പറയാൻ പാടില്ലല്ലോ. ആ ഒറ്റ കളവ് പറയാനുള്ള ആ സ്വഭാവത്തിന് മേൽ അയാളെല്ലാ ദുശീലങ്ങളും അയാൾ ഒഴിവാക്കിയെന്നാൽ എന്തായാലും അള്ളാഹുവിൻ്റെ റസൂൽ അടിപൊളിയല്ലേ. നല്ല തന്ത്രങ്ങൾ കൊണ്ട് നല്ലതായ കാര്യങ്ങൾ കൊണ്ട് ജനങ്ങൾ